ജ്യോതി എന്ന് പറഞ്ഞൊരു സബ്സ്ക്രൈബർ, എൻ്റെ ഫേവറേറ്റ് സബ്സ്ക്രൈബറാണ് കേട്ടോ. ജ്യോതി പറഞ്ഞു, ഇതിട്ടാട്ടോ ഞാൻ ഈ ഇടയ്ക്കിടയ്ക്ക് നോക്കണം, ഓശാന ഞായറൊക്കെയല്ലേ ഒരു വചനം ഇടുമെന്ന് ചോദിച്ചു. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ വചനം ഇടണത്. ഞാൻ ഓൾറെഡി തന്നെ ഹെയർ ഓയിലിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, എന്നാലും ഞാൻ വചനത്തിൻ്റെ വീഡിയോ ഇടുവാണ്. ജ്യോതി പറഞ്ഞോട്ടെ. എല്ലാവർക്കും എൻ്റെ ഓശാന ഞായർ ആശംസകൾ. 8 വർഷം മുമ്പ് ഒരു ഓശാന ഞായറിനാണ് എൻ്റെ എൻഗേജ്മെൻറ്റ് നടന്നത്. അതുകൊണ്ട് എപ്പോഴും എനിക്ക് ഓശാന ഞായർ ഭയങ്കര സ്പെഷ്യലാണ്. ഒരു 25-ാം തീയതി ആയിരുന്നു. ഇപ്പോൾ കുറച്ച് ചേഞ്ച് ആയിട്ടുണ്ട്. ഇന്ന് 29 അപ്പോൾ ഞാനൊരു വചനം പറയാൻ വേണ്ടിയിട്ടാണ് വന്നത്. ഇപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും കുറേ വചനങ്ങൾ അറിയായിരിക്കും അല്ലേ? ഞാൻ ഓൾറെഡി തന്നെ മദ്യപാനം നിർത്താൻ വേണ്ടിയിട്ട് മദ്യപാന്മാരെ ഉണർന്ന് വിലപിക്കുവിൻ, വീഞ്ഞു കുടിക്കുന്നവരെ നെടുവേർപ്പിടുവിൻ, മധുരമുള്ള വീഞ്ഞ് നിങ്ങളുടെ അധരങ്ങളിൽ നിന്ന് തുടച്ചു നീക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ള ആ ഒരു വചനം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ എന്ത് അസാധ്യ കാര്യങ്ങളും നടക്കാൻ വേണ്ടിയിട്ട്, വിസ ശരിയാവാനായിട്ടാണെങ്കിലും എന്ത് അസാധ്യ കാര്യങ്ങളാണെങ്കിലും നടക്കാൻ വേണ്ടിയിട്ട് അതിനവൻ മനുഷ്യരാൽ അസാധ്യമായത് ദൈവത്താൽ സാധ്യമാകുന്നു എന്ന വചനം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ജോലി കിട്ടാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്കല്ല യഹോവേ, ഞങ്ങൾക്കല്ല, നിൻ്റെ ദയയും വിശ്വസ്തതയും നിമിത്തം നിൻ്റെ നാമത്തിന് എന്നെ മഹത്വം വരുത്തണമേ എന്നുള്ളൊരു വചനം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ എവിടെയെങ്കിലും ഇൻ്റർവ്യൂവിനൊക്കെ പോകുമ്പോഴാണെങ്കിലും ഒക്കെ ചൊല്ലാൻ വേണ്ടിയിട്ട് അതിനവൻ മനുഷ്യരല്ല അസാധ്യമായത്, അതല്ല, അവൻ നിനക്ക് മുന്നേ പോയി മലകൾ നിരപ്പാക്കുകയും പിച്ചള വാതിലുകൾ തകർക്കുകയും ഇരുമ്പോടാമ്പൽ ഒടിക്കുകയും ചെയ്യും. നിന്നെ പേര് ചൊല്ലി വിളിക്കുന്ന ഇസ്രായേലിൻ്റെ കർത്താവായ ദൈവം അത് ഞാനാണെന്ന് നീ അറിയേണ്ടതിന് അന്ധകാരത്തിലെ നിധികളും രഹസ്യധനശേഖരവും ഞാൻ നിനക്ക് തരും എന്നുള്ളൊരു വചനം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഭയങ്കരമായിട്ട് തകർന്ന് ഡിപ്രഷനൊക്കെ അടിച്ചിരിക്കുന്നവർക്ക്, ഹൃദയം നുറുക്കിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ്, മനമൊരുകിയവരെ അവിടെ നിന്ന് സംരക്ഷിക്കുന്നു എന്നുള്ളൊരു വചനം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം നിങ്ങൾ പഠിച്ചെങ്കിൽ പറയണം, പഠിക്കണം. ചുമ്മാ ഇരിക്കുമ്പോഴാണെങ്കിലും എഴുതുമ്പോൾ വചനം ഒരിക്കലും കുറഞ്ഞു പോകുന്നില്ല. അത് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ കൂടുതൽ തരികയുള്ളൂ. എന്നെ ശക്തനാക്കുന്നവരിലൂടെ എല്ലാം ചെയ്യാൻ എനിക്ക് സാധിക്കും എന്നുള്ളൊരു വചനം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പഠിക്കണമെന്ന് ഞാൻ പറഞ്ഞത് എന്താണെന്ന് പറഞ്ഞാൽ, ചൊല്ലി പഠിച്ചാൽ മതി, അപ്പോൾ പഠിച്ചോളൂ. ഇവിടെ ഒരു കുരു വന്നേക്കണേ കേട്ടോ, ഭക്ഷണം കഴിച്ചൊന്നിരിക്കണമല്ല. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളോട് ഓശാന ഞായറായിട്ട് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ദൈവത്തിൻ്റെ സന്നിധിയിൽ താഴ്മയുള്ളവരായിരിക്കുവിൻ, അവിടുന്ന് നിങ്ങളെ ഉയർത്തും. യാക്കോബ് 4:10. ഞാൻ ഈ പറയുന്ന വചനങ്ങളൊക്കെ പറ്റുമെങ്കിൽ ഒരു ബുക്കിലേക്ക് എഴുതി വെക്കണം. പിന്നെ അപ്പോൾ എന്നോട് ചോദിച്ചാൽ മതി ഇത് എന്തിനുള്ള വചനമാണെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞുതരും. ഇപ്പോൾ വീട് വെക്കാനുള്ള വചനങ്ങളും എല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി തന്നെ. പക്ഷേ ഒരെണ്ണമല്ല, കുറേ വചനങ്ങളുണ്ട് വീട് വെക്കാനൊക്കെ ആയിട്ടൊക്കെ ആണെങ്കിലും. അപ്പോൾ ഒന്നിന് നിരാശ വരരുത്. ഒരെണ്ണം ചൊല്ലി എനിക്കൊന്നും കിട്ടിയില്ല, അപ്പോൾ അടുത്ത് ചൊല്ലാനുള്ളൊരു മനസ്സുണ്ടായിരിക്കണം. പ്രാർത്ഥന ഒരിക്കലും കുറഞ്ഞു പോവില്ല. ഓക്കെ, പ്രാർത്ഥിക്കുന്ന ആൾക്ക് ഒരിക്കലും ഒരു തകർച്ച ഉണ്ടാവുകയില്ല. അപ്പോൾ എന്ത് കിട്ടിയാലും ദൈവത്തോട് താങ്ക് യു പറയണം. ഞാനൊരു ഫുഡ് കിട്ടിയാൽ പോലും താങ്ക് യു ഗോഡ് എന്ന് പറയും, അല്ലെങ്കിൽ താങ്ക് യു ദൈവമേ, താങ്ക് യു യൂണിവേഴ്സ്. ഇപ്പോൾ ചിലപ്പം ഹനുമാൻ ചാലീസയ്ക്ക് പോയിട്ടായിരിക്കും എനിക്ക് ഫുഡ് കിട്ടുന്നത്. അപ്പോൾ ഞാൻ ഹനുമാൻ സ്വാമിയോട് നന്ദി പറയും, ഹനുമാൻ സ്വാമി കാരണം എനിക്ക് ഫുഡ് കിട്ടിയല്ലോ. അങ്ങനെ ശ്രീരാമൻ്റെ അമ്പലത്തിൽ പോയിട്ടാണ് ഫുഡ് കിട്ടണമെങ്കിൽ ശ്രീരാമസ്വാമിയോട് നന്ദി പറയും. നിങ്ങൾക്ക് യേശു കാരണം ഫുഡ് കിട്ടിയെങ്കിൽ യേശുവിനോട് നന്ദി പറഞ്ഞേ പറ്റുള്ളൂ. അത്രയും നന്ദിയുള്ളവരായിരിക്കണം. ഓക്കെ.